നമസ്കാരം. ഗാദി സ്റ്റുഡിയോസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ സുനീഷ് ജോഹാൻ. ഇന്ന് ചിന്തിക്കുന്നതിനായി എൻ്റെ ജീവിതത്തോടനുബന്ധിച്ച ജീവിത സംബന്ധിയായ, പൊതുവിൽ എല്ലാവർക്കും പങ്കുവെക്കാവുന്ന, എല്ലാവർക്കും അനുയോജ്യമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന, ഗുണകരമാകും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ആശയം പങ്കുവെക്കാം എന്ന് ധരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പണ്ട് ഞാൻ പ്രവർത്തിച്ച ഒരു മേഖലയിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അത് പ്രായമേറിയവരും പ്രായം കുറഞ്ഞവരും സമപ്രായക്കാരും ഒക്കെ വരും. അതിനകത്ത് എനിക്ക് നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങളിൽ സഹായിച്ച ഒരാൾ വളരെ ആദരണീയനായ ഒരു പുരോഹിതനായിരുന്നു. ഞാൻ ഒത്തിരി പ്രശ്നങ്ങളോട് ഇങ്ങനെ തരണം ചെയ്ത് പോയ സമയത്ത് എൻ്റെ മുഖം വാടി, ഞാൻ ജീവിതത്തിൽ ഒന്ന് നിരാശപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ ഞാൻ പറയാതെ തന്നെ എന്നെ മനസ്സിലാക്കിയ, എന്നേക്കാൾ വളരെ പ്രായമുള്ള, എന്നെ അധികം സ്നേഹിക്കുന്ന ആ മനുഷ്യർ എൻ്റെ അടുക്കൽ വന്നിട്ട് എൻ്റെ തോളിൽ തൊട്ടിട്ട് എന്നോട് പറഞ്ഞു, സുനീഷേ, ഒരുപാട് പ്രശ്നങ്ങൾ വരും, വെട്ടി 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 മുന്നോട്ട് പോകണം. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, എന്നെ പെട്ടെന്ന് ഇരുത്തി ചിന്തിപ്പിച്ച, കൂടുതൽ എനർജി എനിക്ക് പങ്കുവെച്ചൊരു വാക്കായിരുന്നു. വെട്ടി 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 മുന്നോട്ട് പോകണം. ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ഈ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യുമ്പോൾ ഫൈറ്റ് ചെയ്യാൻ ഒട്ടും മടിക്കണ്ട. ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നിരാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയത്ത് പലതരത്തിലുള്ള ജീവിത പരാജയങ്ങളുണ്ടാകും. ചിലർ ആത്മഹത്യയിലേക്ക് ചിന്തിക്കാം, ആത്മഹത്യയിലേക്ക് വരാം. ചിലർ ജീവിതത്തിൽ ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാതെ വഴിയിലിട്ട് ഉപേക്ഷിച്ച് പോകേണ്ട നിരാശ വന്നേക്കാം. ഒരു പക്ഷേ നമ്മളെ ഒരു മേഖലയ്ക്ക് ആവശ്യമില്ലാതായാൽ ഓക്കെ, നമുക്ക് അവിടെ വിട്ടു പോകാം. നമ്മൾ അവിടെ വിട്ട് ഉപേക്ഷിച്ച് പോകേണ്ട, അല്ലെങ്കിൽ നമുക്ക് നിരാശയോടെ മടുത്ത് നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ പ്രവർത്തിച്ച ഒരു മേഖല നമ്മളായിട്ട് ഉപേക്ഷിച്ച് പോകേണ്ട ഒരു സ്ഥിതി വരിക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഭാഗത്തുണ്ടാകുന്ന നിരാശ കൊണ്ടാണ്. ഇനി നിരാശ കൊണ്ടല്ലാതെ നമ്മൾ മാറുന്നതുണ്ട്. ആ വഴി എനിക്ക് സക്സസ് അല്ല എന്ന് കണ്ടിട്ട് നമ്മൾ അവിടം വിട്ട് മറ്റൊരു വഴിയിലേക്ക് മാറുന്നെങ്കിൽ അത് ആരോഗ്യപരമായിട്ടുള്ള മാറ്റമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗുണകരമായിട്ടുള്ള മാനസിക അവസ്ഥകൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. അതുണ്ടെങ്കിൽ വളരെ പ്രോത്സാഹിപ്പിക്കേണ്ടതുമാണ്. പക്ഷെ നിരാശ കൊണ്ട് ഒരു ജീവിത സാഹചര്യം ഇട്ട് മറ്റൊന്നിലേക്ക് മാറേണ്ടി വരുന്നത് അത് മാനസിക ആരോഗ്യത്തിന് വൈകല്യമുള്ളതുകൊണ്ടാണ്, പ്രയാസമുള്ളതാണ്. മാനസിക ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് നമ്മൾ അവിടെ വിട്ടേച്ച് മറ്റൊന്നിലേക്ക് പോകുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ വാക്കുകൾ എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു. എനിക്ക് കൂടുതൽ എനർജി തന്നു എന്നുള്ളതാണ്. ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക, വെട്ടി 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 മുന്നോട്ട് പോവുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഈ ആശയം ഗുണം ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം പങ്കുവച്ച വാക്കുകൾ ഗുണം ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളോടും ഫൈറ്റ് ചെയ്യാൻ തയ്യാറാകുക. ഒന്നും നമ്മളെ കെടുത്തിക്കളയരുത്, നിരാശപ്പെടുത്തരുത്. ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് തന്നെ പോകുക എന്നുള്ളതാണ്. ഈ വാക്കുകൾ എല്ലായിടത്തുനിന്നും ലഭ്യമാകണമെന്നില്ല. ഇപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ നമ്മളോടത് പറഞ്ഞു എന്ന് വരത്തില്ല. ഒരുപക്ഷെ നമ്മൾ ഒരു ഭീതിജനകമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ വരുമ്പോൾ അയ്യോ ഇത് വേണ്ടായിരുന്നു, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ ഫാസ്റ്റായിട്ട് അവർ ചിലപ്പം നിരാശപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞു തന്നിരിക്കും. മുന്നോട്ട് പോകണ്ട, നമുക്ക് മറ്റൊരു വഴിയുണ്ട്, അങ്ങോട്ട് പോകാം, റൂട്ട് മാറ്റിവിടാം. അപ്പോൾ നമ്മളെ അതിൽ കൂടുതൽ എനർജി തരാതെ അതിനകത്തുനിന്ന് താഴേക്ക് കൊണ്ടുപോകുന്ന ആളുകളുണ്ടാവും. ആ ആളുകളുടെ ആശയത്തോടും ഫൈറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മളെ നിരാശപ്പെടുത്തുന്ന വാക്കുകളോടും മറികടക്കേണ്ടതായിട്ടുണ്ട്. പ്രശ്നത്തെ മറികടക്കുക, ആ പ്രശ്നത്തിൽ നമ്മളെ കൂടുതൽ തകർത്ത് കളയുന്ന വാക്കുകളെ മറികടക്കുക. എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ തന്നെയാണ്. ഇന്നെന്നല്ല, ഇതുവരെ അങ്ങനെ തന്നെയാണ്. ഫൈറ്റ് ചെയ്ത് വന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. അതുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം മാറിയെന്നല്ല, ഒരു പ്രശ്നത്തിൽ നിന്ന് ചാടി അടുത്ത് എത്തുന്നത് വേറൊരു പ്രശ്നത്തിലേക്കാണ്. എപ്പോഴും നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ട ഒത്തിരി മേഖലയുണ്ട്. അത് ജീവിതത്തിൽ ഒരു ത്രില്ലായിട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹക്കാരനാണ് ഞാൻ. അങ്ങനെ ഒരു ആശയമാണ് എൻ്റെ മനസ്സിലുള്ളത്. പ്രശ്നങ്ങളില്ലെങ്കിൽ ജീവിതത്തിനൊരു സുഖമില്ല. ജീവിതം സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ, ജീവിതം പവർഫുൾ ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും വെല്ലുവിളികൾ വേണം, വെല്ലുവിളിക്കാനുള്ള ആളുകൾ വേണം, വെല്ലുവിളിക്കുന്ന സമൂഹം വേണം. അങ്ങനെയുള്ള ജീവിത പ്രശ്നങ്ങൾ വേണം. അതുണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ ആർജവമുള്ളവരാകും, കൂടുതൽ ബലവത്താകും, നമ്മൾ കൂടുതൽ പവറോടുകൂടി മുന്നോട്ട് പോകും. കുറേ നാൾ ഞാൻ പ്രവർത്തിച്ച സ്ഥലം വളരെ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഏതാണ്ട് 1 വർഷത്തോളം ഞാൻ പ്രവർത്തിച്ചു.
വളരെ സേഫാണ്, ഒരു പ്രശ്നങ്ങളും ഇല്ല, വളരെ ശാന്തമായിട്ട് പോകും. അത് വിവാഹം കഴിഞ്ഞ ഒരു സമയമാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇങ്ങനെ വളരെ സേഫായിരുന്നു. ആരും എന്നെക്കുറിച്ചൊന്നും പറയുന്നില്ല, എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു, എല്ലാവരും സൽക്കരിക്കുന്നു, അങ്ങനെ ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും നമ്മൾ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഒരു വർഷം എന്നൊക്കെ പറഞ്ഞാൽ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നു, നമ്മുടെ കൂടെ ആളുകൾ നിൽക്കുന്നു, എല്ലാ രീതിയിലും സഹകരിക്കുന്നു, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും വിശേഷങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നു, കൂടുതൽ മോട്ടിവേഷൻ കിട്ടുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് അധികം വെല്ലുവിളികളില്ല, വളരെ നോർമലായിട്ട്, എൻ്റെ അനുഭവം വളരെ നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു വർഷം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലത്തെ മറ്റൊരാൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആദരണീയനായ മറ്റൊരു മനുഷ്യൻ, അദ്ദേഹം എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. സുനീഷേ, പഴയ ആർജവത്വമൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. ആ ചോദ്യവും എന്നെ ഒരുപാട് ഞെട്ടിച്ചു എന്നുള്ളതാണ്. ഈ രണ്ട് രീതിയിലുള്ളതാണ്. ഒന്ന്, ഞാൻ പ്രശ്നങ്ങളോട് തരണം ചെയ്ത് ഫൈറ്റ് ചെയ്ത് പോവാണ്. ആ സമയത്തിനോട് പറഞ്ഞു, ഇങ്ങനെ തന്നെ പോകണം, മടുത്തു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്, നമ്മൾ വെട്ടി മുന്നേറണം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്തു എന്ന് തോന്നുന്ന തരത്തിൽ ഞാനിങ്ങനെ ശാന്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. സക്സസ് ആയി, ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, വിവാഹമൊക്കെ കഴിച്ചു, എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്, എല്ലാവരും വിശേഷങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുന്നു. നല്ല കാലം എന്ന് തോന്നിയ ഒരു വർഷം ഉണ്ടായിരുന്നു. ആ വർഷം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയ സമയത്ത് ഒരു നിമിഷം നിന്നെക്കുറിച്ചൊന്നും കേൾക്കാനില്ലല്ലോ, പഴയ ആർജവത്വം എവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പോൾ ആർജവത്വം ഉണ്ടാകുന്നത് നമ്മൾ ജീവനോടുണ്ടെന്നറിയുന്നത് നമ്മൾ വെല്ലുവിളികളെ തരണം ചെയ്യാനായിട്ട് എപ്പോഴും തയ്യാറായി നിൽക്കുമ്പോൾ, അങ്ങനെ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നു, ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാന്തി ഉണ്ടാകും, നമ്മൾ കൂടുതൽ പവർഫുൾ ആവും, നമ്മൾ ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ ആവും, നമ്മൾ കൂടുതൽ എനർജി ഉള്ള ആളായി, നമ്മൾ കൂടുതൽ ഉപദേശങ്ങൾ പങ്കുവെക്കുന്ന ആളാണ്. നമ്മുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്കൊരു അഡ്വൈസാണ്, മറ്റുള്ളവർക്കൊരു കരുത്താണ്. അപ്പോൾ പ്രശ്നങ്ങൾ തരണം ചെയ്യാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകുക എന്ന് മാത്രമല്ല, പ്രശ്നങ്ങൾ തരണം ചെയ്യേണ്ട സാധ്യതകൾ ജീവിതത്തിലുള്ളപ്പോൾ അഭിമാനത്തോടെ മുന്നോട്ട് പോവുക. നമ്മൾ അനേകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന വളരെ മൂല്യമുള്ള ആളുകളാണ്, മൂല്യമുള്ള സമയത്താണ് എന്ന് തിരിച്ചറിയുക. വളരെ യുക്തിയോടെ ആളുകൾ നമ്മളെ ശ്രദ്ധിക്കുന്നു എന്നുള്ള ബോധത്തോടെ മുന്നോട്ട് പോകേണ്ട ആളാണ്. അപ്പം പ്രശ്നത്തെ നമ്മൾ എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ള കാര്യം അത് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്തും പ്രശ്നങ്ങൾ, നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 4 വർഷത്തോളമായി. ഈ 4 വർഷം ഇങ്ങനെ ഒരു വിധത്തിൽ ഉന്തിത്തള്ളി കൊണ്ടുപോകണം. പക്ഷേ യൂട്യൂബ് എന്നുള്ള ചിന്തയായിരുന്നില്ല ആദ്യഘട്ടത്തിൽ. ഞാനൊരു ആർട്ടിസ്റ്റാണ്. അപ്പം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ CD ഒക്കെ അവസാനിക്കുന്ന സമയത്ത്. ഞാനൊരു മ്യൂസീഷ്യനാണ്, പക്ഷേങ്കിൽ നമുക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു പണ്ട് മുതലേ എൻ്റെ ഒരു പാട്ട് ഒരു ആൽബം ആക്കണം. അപ്പം അന്ന് ആൽബം എന്ന് കാണുന്നത് ഒരു CD ഇറക്കുക എന്നുള്ളതാണ്. പക്ഷേ അന്ന് അതിനുള്ള സാമ്പത്തിക കാര്യങ്ങളൊന്നും കയ്യിൽ എത്തിച്ചേർന്നില്ല, അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ടേണിംഗ് പോയിന്റ് നമുക്ക് ലഭിച്ചു. അതാണ് യൂട്യൂബിലേക്ക് പ്രോഗ്രാമുകൾ അപ്ലോഡ് ചെയ്യാം എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഒരു പാട്ടാണെങ്കിൽ ഒരു പാട്ട് നമുക്ക് ആൽബമാക്കി മാറ്റി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ഒരു സൗകര്യം വന്നപ്പോൾ കൂടുതൽ സന്തോഷമായി. നമ്മൾ ആദ്യമായിട്ടൊരു പാട്ട് കമ്പോസ് ചെയ്തു, അത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തു. അപ്പം വളരെ കൃതാർത്ഥനായി എന്ന് പറയാൻ. അതിനുവേണ്ടിയാണ് നമ്മൾ യൂട്യൂബ് അന്ന് ചിന്തിച്ചത്. പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും അടുത്ത പാട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചു. പിന്നെ ചിന്തിച്ചു, നമുക്ക് ഈ മ്യൂസീഷ്യനായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു വേദി യൂട്യൂബ് തുറന്നു വെച്ചിരിക്കുന്നു എന്ന് ചിന്തിച്ചു. അങ്ങനെ മ്യൂസീഷ്യനായിട്ട് മുന്നോട്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതുവരെ ഉണ്ടായിരുന്നൊരു ഹോബിയാണ് യാത്രകൾ. അപ്പോൾ അന്നേരം ആ സമയത്ത് ഈ ട്രാവൽ വ്ളോഗുകളൊക്കെ ഒരുപാട് കയറി വരുന്നൊരു സമയമാണ്. അതിനോർത്തു ഈ യാത്രകൾ ഏതായാലും പോകുന്നുണ്ട്, എന്നാൽ യാത്രകളെക്കുറിച്ചുള്ള വിവരണങ്ങളൂടെ ആകാം എന്ന് വിചാരിച്ച് അതൊരു ട്രാവൽ വ്ളോഗായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ആ ചാനലിലേക്ക് നമ്മൾ യാത്രകൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ഒരു യൂട്യൂബ് ചാനൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിൻ്റെ സാമ്പത്തിക ചെലവുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ആലോചനയുടെ ഭാഗമായിട്ട് നമ്മളൊരു ക്യാമറ വാങ്ങിക്കുന്നു, നമ്മൾ യാത്രകൾ ചെയ്യാനുള്ള വാഹനം അതോടനുബന്ധിച്ച് ലഭിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നു നമ്മൾ യൂട്യൂബ് ചാനൽ ഒന്ന് റെഡിയായി വരിക. വളരെ സാവകാശമാണ് ഞാൻ ചാനലിലേക്ക് ശ്രദ്ധിക്കുന്നത്. യൂട്യൂബ് ചാനലിലേക്ക് കൂടുതൽ ശ്രദ്ധ വരുന്നത് വളരെ സാവകാശമാണ്. അപ്പോൾ ആദ്യം നമ്മുടെ പ്രോഗ്രാമുകൾ ഇടാനുള്ള ഒരു വേദി എന്ന് കണ്ടു. അത് കഴിഞ്ഞപ്പോൾ യാത്രകൾ ഇടാം എന്നായി. അത് കഴിഞ്ഞപ്പോൾ ചാനൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി. അങ്ങനെ യൂട്യൂബ് ചാനലിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വാങ്ങിക്കാൻ, അതിനുവേണ്ടി ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. അങ്ങനെ നമ്മളൊരു കാർ വാങ്ങിച്ചു, ക്യാമറ വാങ്ങിക്കുന്നു. എനിക്കൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു.
ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യുന്ന ഒരാളാണ്. അവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യാനായിട്ടുള്ള ഒരു ഹോം സ്റ്റുഡിയോ ഉണ്ട്. സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ, വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അതെല്ലാം നമ്മൾ ചാനലിന് വേണ്ടി, യൂട്യൂബ് ചാനലിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷേങ്കിൽ ആദ്യത്തെ ആ സ്മൂത്ത്നെസ് ഒക്കെ മാറി ഒരു 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 ആരോഹണ ക്രമത്തിൽ ഇങ്ങനെ അങ്ങോട്ട് പോരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവരോഹണം എന്ന് പറയുന്ന വിധത്തിലേക്ക് താഴ്ചയിലേക്ക് ഇറങ്ങേണ്ടതായ സാഹചര്യം. സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളായി. അപ്പം സാമ്പത്തിക ബുദ്ധിമുട്ട് ജീവിതത്തിൻ്റെ പരാജയമൊന്നുമല്ല, ജീവിതത്തിൻ്റെ ഒരവസ്ഥയാണ്. ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു മേഖലയാണ് സാമ്പത്തികമായിട്ടുള്ള മന്ദീഭവം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള തകർച്ച എന്നൊക്കെ പറയുന്നത്. ഈ സാമ്പത്തികമായിട്ട് കുറച്ച് പതിയെ താഴാൻ തുടങ്ങിയപ്പോൾ കടങ്ങൾ കൂടി. കടം വീട്ടാനുള്ള മാർഗം എന്നതിന് ആദ്യം കണ്ട പരിപാടി കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ കുറേയൊക്കെ വിൽക്കാം, താൽക്കാലികമായിട്ട് വിറ്റ് പിന്നെ വാങ്ങിക്കാം. അങ്ങനെ ഓരോ കാര്യങ്ങൾ നഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പം ഞാൻ ആദ്യം വിൽക്കുന്നത് എൻ്റെ കാറാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സാൻഡ്രോ യൂട്യൂബ് ചാനൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സാൻഡ്രോ കാറായിരുന്നു ഞാൻ ചാനലിന് വീഡിയോ എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരുന്നു. നമ്മൾ ആദ്യം കാർ എടുക്കുന്നത് വലിയ നിരാശയായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചും ആൽഫിനും നെൽഫിനും 2 കുഞ്ഞുങ്ങളാണ്. 2 പേർക്കും ഭയങ്കര നിരാശയായിരുന്നു. വൈഫിനും ഭയങ്കര നിരാശ, ഭയങ്കര സങ്കടമായിരുന്നു. ഒരു മരണ വീട് പോലെയായി. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആ കാർ ഇറങ്ങി പോകുമ്പോൾ കണ്ടു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഒരു പ്രത്യേക മാനസികാവസ്ഥയായിരുന്നു. ആ ഒരാഴ്ച ഭയങ്കര നിരാശയായിരുന്നു. കാരണം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മിക്കവാറുള്ള ഭാഗം മുഴുവൻ കഴിച്ചു കൂട്ടിയത് ആ കാറിനകത്താണ്. കാറ് ഞങ്ങളെ വിട്ട് അങ്ങ് പോവുകയാണ്. ഞങ്ങൾ കൊടുത്തു, ആ കാറ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് എൻ്റെ സ്റ്റുഡിയോയ്ക്കകത്താണ്, നമ്മുടെ ഹോം സ്റ്റുഡിയോയ്ക്കകത്താണ്. രാവിലെ തൊട്ട് വൈകുവോളം ഞാൻ ആ സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. അങ്ങനെ കൂടുതൽ സമയം ചെലവഴിച്ച സ്റ്റുഡിയോയ്ക്കകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കീബോർഡിലാണ്. നമ്മൾ നല്ല വിലയുള്ള ഒരു കോർഗിൻ്റെ ഒരു കീബോർഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ സാമ്പത്തികമായിട്ട് പിടിച്ചു നിൽക്കാൻ ഒരു നിവൃത്തിയില്ല എന്ന സിറ്റുവേഷൻ വന്നപ്പോൾ അടുത്ത് ഞാൻ കൊടുക്കുന്നത് എൻ്റെ കീബോർഡാണ്. അങ്ങനെ ഞാൻ കീബോർഡ് വിറ്റു. അത് ഭയങ്കര ദുഃഖകരമായിരുന്നു. ഇനി എങ്ങനെ കീബോർഡ് പ്രോഗ്രാമുകൾ ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഇവിടെയെല്ലാം ഞാൻ കുട്ടികളെ ആശ്വസിപ്പിക്കാനായിട്ട് ആദ്യം പറഞ്ഞ വാക്ക്, ഇത് പോട്ടെ, ഈ കാറ് പോയാൽ നമ്മൾ പുതിയ കാർ, ഇതിനേക്കാൾ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു കാർ നമ്മൾ വാങ്ങിക്കും. മറ്റൊരു നല്ല കാറ് വാങ്ങിക്കാൻ ഒരവസരം ഒതുങ്ങി വരും എന്നുള്ളതാണ്. അപ്പം ഇത് പോകുമ്പോൾ അടുത്ത് വരും എന്നുള്ള ചിന്ത അത് പിന്നീട് എന്നെയും തണുപ്പിച്ചു എന്നുള്ളതാണ്. കീബോർഡ് കൊടുത്തപ്പം ഞാൻ പറഞ്ഞു, ഒരു കീബോർഡിലേ കൊടുക്കണ സാരമില്ല. ഞാൻ എൻ്റെ പിള്ളേരോട് പറഞ്ഞു, 2 പേരുണ്ട്, 2 പേർക്കും ഇതിനേക്കാൾ വെടിപിടിപ്പുള്ള വളരെ പുത്തനായിട്ടുള്ള നല്ല കീബോർഡ് 2 നമ്മൾ വാങ്ങിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പുതിയതിലേക്ക് ഒരാശയം പിന്നീട് ഉണ്ടാകാനിടയായി. വാങ്ങിച്ചൊന്നുമില്ല, വാങ്ങിക്കാനുള്ള സമയമായില്ല. അപ്പോൾ പഴയതിൽ നിന്നും പുതിയതിലേക്ക് മാറാനുള്ള ഒരു പുതിയ അവസരമാണ് ഇത് എന്നുള്ള ചിന്തയാണ് നമ്മളെ കൂടുതൽ ആശ്വസിപ്പിക്കുക മാത്രമല്ല, അതൊരു മോട്ടിവേഷനും കൂടെ ആയിരുന്നു. നമ്മൾ മറ്റൊന്ന് വാങ്ങും, മറ്റൊന്നിലേക്ക് എത്തും എന്നുള്ളത്. അത് കഴിഞ്ഞപ്പോൾ എന്നിട്ടും നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല. യൂട്യൂബിൽ നിന്നും വേണ്ടത്ര ഏർണിങ്സ് ഒന്നും ഈ വീഡിയോ ഇടുന്നത് വരെ ലഭിച്ചിട്ടില്ല എന്നും പറഞ്ഞ് നമ്മളിത് വഴിക്ക് നിരാശപ്പെട്ട് തകർന്നങ്ങ് പോവുകയല്ല. അടുത്ത സ്റ്റെപ്പ് പിന്നെയും മുന്നോട്ട് പോകുന്നു. അന്നേരം അടുത്ത പ്രശ്നങ്ങൾ പിന്നെയും വരുന്നു. അന്നേരം വീണ്ടും ഇനി എന്താണ്, നമ്മുടെ കയ്യിൽ തിരിക്കാനും മറിക്കാനും ഒന്നുമില്ല. അടുത്തത് നമ്മളിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറയാണ്. ഞാനിത് ഷൂട്ട് ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം എന്ന് പറയാനൊക്കെ ഇതിൻ്റെ പുലർച്ചെയാണ്. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഒരു വെളുപ്പാങ്കാലമാണ്. അപ്പോൾ രാവിലെ ഒരുപാട് വണ്ടികളിലെ പായുന്നുണ്ട്, കാക്കകളുടെയൊക്കെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. 6 മണിയായി. അപ്പം ഈ നേരം പുലരുന്ന സമയത്ത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇന്ന് ഏകദേശം ഒരു 12 മണി 1 മണിയൊക്കെ ആവുന്ന സമയത്ത് തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ വരും. ഈ ക്യാമറ അദ്ദേഹം വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഈ ക്യാമറ നമ്മളെ വിട്ടുപോകുക. ഇതുകൊണ്ട് ഇത് അവസാനിക്കുന്നില്ല. ഇതുകൊണ്ട് നമ്മുടെ ജീവിതമോ അവസാനിക്കുന്നില്ല, നമ്മുടെ സ്റ്റെപ്പുകളൊന്നും അവസാനിക്കും. അടുത്തതിലേക്ക് നമ്മൾ പ്രവേശിക്കും എന്നുള്ളതാണ്. അപ്പം മോട്ടിവേഷൻ എന്ന് പറയുന്നത് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇതാണ്. നമുക്ക് ഒന്നും നഷ്ടമാകുന്നില്ല, ഒന്നും അവസാനിക്കുന്നില്ല. എല്ലാം ഒരു മാറ്റങ്ങളാണ്, ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള മാറ്റങ്ങളാണ്. ഇതിലൂടെ എനിക്കുണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്, എൻ്റെ പേഴ്സണാലിറ്റിയിൽ, എൻ്റെ വ്യക്തിത്വത്തിൽ, എൻ്റെ സ്വഭാവത്തിൽ എനിക്ക് കിട്ടുന്ന ഊർജം, എനിക്ക് കിട്ടുന്ന ആവേശം വളരെ വലുതാണ്. സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഒക്കെ നമുക്ക് നൽകുന്ന മോട്ടിവേഷൻ അത് നമ്മൾ തിരിച്ചറിയാം. അത് തന്നെ നമുക്ക് വലിയൊരു കരുത്താണ്. അപ്പം മറ്റൊരാൾ പറയണമെന്നില്ല, ഒരാൾ ആശ്വസിപ്പിച്ചിട്ടല്ല ആശ്വസിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം തന്നെ അതിനെ നമ്മൾ തരണം ചെയ്യാനായിട്ട് നമ്മൾ യോഗ്യരാകുമ്പോൾ, അതിനെ നമ്മൾ തരണം ചെയ്യുന്ന രീതി, നമ്മൾ തരണം ചെയ്യാനെടുക്കുന്ന ആശയം നമ്മൾ തന്നെ ചിന്തിച്ചാൽ നമ്മൾ തന്നെ നമുക്ക് ഏറ്റവും വലിയ മോട്ടിവേഷനാണ്. അപ്പോൾ കൂടുതൽ കരുത്തുള്ളവരായി തീരുന്നത് നമ്മൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴാണ്. ഇങ്ങനെ ഒരു സങ്കടവുമായി കഴിഞ്ഞ ദിവസം ഞാനൊരു വീട്ടിൽ എനിക്ക് പോകേണ്ടതായിട്ട് വന്നു. അവിടെ ചെന്ന സമയത്ത് ഒരു ചെറിയ വേദനയായിട്ട് ഈ ക്യാമറ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നു എന്നുള്ള ചിന്ത കിടക്കുമ്പോൾ തന്നെ
ഞാൻ ആ വീട്ടിലിരിക്കുമ്പോൾ കഴിഞ്ഞ 2 വർഷത്തിൽ ഇടയിൽ ആ വീട്ടിലുണ്ടായ ഒരു ആക്സിഡൻറ്റിനെ കുറിച്ച് കേൾക്കാനിടയായിത്തീർന്നു. ആ വീട്ടിലെ വീട്ടമ്മയുടെ ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു. ആ ജോലിയിൽ ഒരു മെഷീനിൻ്റെ ഇടയ്ക്ക് ആ വീട്ടമ്മയുടെ കൈ പോയി. അവരുടെ കൈ മുഴുവൻ നഷ്ടപ്പെട്ടു. ആ കാഴ്ച അവരുടെ അന്നത്തെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തകർന്നു പോയി. അപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഒന്നുമല്ല. അവരവരുടെ ആ പ്രശ്നത്തെ തരണം ചെയ്തത്. ആ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ വളരെ മാനസികമായിട്ടൊക്കെ വളരെ വേദന തോന്നിയെങ്കിലും ഒരു വലിയ കരുത്താണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരുപാട് പ്രശ്നത്തെ അഭിമുഖീകരിച്ചു. പക്ഷെങ്കിൽ 2 വർഷത്തിനിടയ്ക്ക് വളരെ സാധുക്കളായി, വളരെ ഞെരുക്കോ ഇടുക്കോ ഒക്കെ അനുഭവിച്ച് തന്നെ വന്നുകൊണ്ടിരുന്ന ഒരു വീട്ടിലേക്ക് ഇത്തരത്തിലൊരു ആക്സിഡൻറ്റ് വരുമ്പോൾ അതിനെങ്ങനെ തരണം ചെയ്തു? ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ആൾ പറയുകയാണ്, അതുകൊണ്ട് തീർന്നില്ല സാറേ. ആ 1 വർഷത്തിനിടയ്ക്ക് ആ വീട്ടമ്മയുടെ ഹസ്ബൻഡ്, ആ വീട്ടിലെ അച്ഛനും 1 വർഷത്തോളം ബെഡിൽ കിടപ്പ് തന്നെയായിരുന്നു. വളരെ പ്രയാസം. 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടി. അപ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞ സമയത്താണ് ഈ ലേഡിക്ക് കൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായത്. ആ ആക്സിഡൻറ്റിൽ നിന്നും അവരൊന്ന് റിക്കവർ ചെയ്ത് വരുമ്പോൾ കൈ അരഞ്ഞു പോയി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒന്ന് റിക്കവർ ആയി വരുന്നതിന് മുൻപ് തന്നെ കൈക്ക് സ്വാധീനം ലഭിച്ചിട്ടില്ല. ആ സ്ഥിതിയിൽ തന്നെ ആ വീട്ടിലെ കുടുംബനാഥൻ കിടപ്പിലാകുന്നു. അപ്പോൾ വീട്ടിൽ മറ്റ് വരുമാനങ്ങളൊന്നുമില്ല. അതെങ്ങനെ അവർ ഓർക്കും? ഒരുപാട് കടങ്ങളുണ്ട്. വീടിൻ്റെ പണി തീർന്നിട്ടില്ല. ഒരു കൊച്ചു വീടാണ്. ഒരുപാട് കടങ്ങളുണ്ട്. അവരതിനെ ഓവർകം ചെയ്തു. ഇന്നലെ ഞങ്ങൾ ചെന്നത് വേറൊരു സിറ്റുവേഷൻ കാണാൻ വേണ്ടിയാണ്. അവരുടെ ബുദ്ധിമുട്ടിലൊന്നും അവരോടൊപ്പം നിൽക്കാനാണ്. അവരുടെ മാനസികമായിട്ടൊരു ബലം കൊടുക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ പറഞ്ഞു വന്നത്, നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകൾ ഒത്തിരിയുണ്ട്. അവരൊക്കെ ഏതെങ്കിലുമൊക്കെ പ്രശ്നത്തെ തരണം ചെയ്തതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ മോട്ടിവേഷൻ. അപ്പോൾ പ്രശ്നങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ നിരാശകളല്ല, നമ്മളെ തളർത്തിക്കളയുന്നതല്ല, നമ്മളെ കൂടുതൽ ഉത്സാഹഭരിതരാക്കുന്ന, കൂടുതൽ എനർജി നൽകുന്നതാണ്. നമുക്ക് മോട്ടിവേഷൻ തരുന്ന ഏറ്റവും വലിയ സന്ദേശം, മോട്ടിവേഷൻ നൽകുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്. നമ്മുടെ സുഹൃത്തുക്കളല്ല, മോട്ടിവേഷൻ പ്രീച്ചേഴ്സല്ല. നമ്മളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാണ്. വെല്ലുവിളികളെ സ്വീകരിക്കുക, വെല്ലുവിളികളെ അഭിമുഖീകരിക്കുക, സക്സസ് ആയിട്ട് മുന്നോട്ട് പോവുക, വെട്ടി മുന്നോട്ട് പോവുക. ജീവിതം ഗുണകരമാവും. അടുത്ത വീഡിയോ വരും. ക്യാമറകളിലൂടെ തന്നെ നമ്മൾ വീണ്ടും യൂട്യൂബിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച കാണും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.